പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂൺ 27 ശനിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ, കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി ഇന്ന് തീരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥന കൊണ്ട് ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. ഈ പ്രാർത്ഥന കൊണ്ട് തങ്ങളുടെ ജീവിതം തുടങ്ങുന്ന മക്കളുണ്ട്. ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കുന്ന ജീവിതം
സമാപിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഓരോ ദിവസത്തെ ജീവിതവും അവരെല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കർത്താവേ, ഈശോയെ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് ഏത് കുടുംബം ഇപ്പോഴ് നിരാലംബമായിരിക്കുന്നത്, തങ്ങളെ രക്ഷിക്കാനോ സഹായിക്കാനോ ഈ സമയത്ത് ആരുമില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. മക്കളെല്ലാം വിദേശ രാജ്യങ്ങളിലും ബന്ധപ്പെട്ടവർ വിദേശ രാജ്യങ്ങളിൽ രോഗികളായി കിടന്നിട്ട് നാട്ടിലുള്ളവർ അവരോർത്ത് കൈയും കാലോട്ട് അടിക്കണ പോലെ വിഷമിക്കുന്നവരുണ്ട്. അവരെയെല്ലാം അമ്മേ, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ കൺമുൻപിൽ നിന്ന് മറഞ്ഞ് അന്യരാജ്യങ്ങളിൽ വേദനപ്പെടുന്ന ഞങ്ങളുടെ ബന്ധുക്കളെ നീ സ്പർശിക്കണം. കൂട്ടുകാരെ, ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുള്ളവരെ നീ സ്പർശിക്കണം. കർത്താവെ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ജീവിതമാർഗങ്ങൾ പല മേഖലകളിൽ ജീവിതം ആരംഭിക്കുന്നുണ്ട്. കട, കമ്പോളങ്ങൾ, ഏജൻസികൾ, കന്നുകാലി വളർത്തലുകൾ, ഇങ്ങനെ ജോലികൾ, കമ്പനി നടത്തുന്നവർ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ വരുമാന മാർഗം കണ്ടെത്തിയിരിക്കുന്നവർക്ക് അത് നഷ്ടപ്പെടാൻ ഇരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ആരെല്ലാം ഇപ്പോൾ ഉണർന്നെന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയോട് ചേരുന്നുണ്ടോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നുണ്ടോ, അവരെ എല്ലാം നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ദിവസം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ യോഹന്നാൻ 6:6 വചനമുണ്ട്. വേറൊരു വചനമായിട്ട് കണക്ട് ചെയ്ത് തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഉൾക്കാഴ്ച കിട്ടും. യോഹന്നാൻ 6:6 എടുത്തേ. അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. അവനെ പരീക്ഷിക്കാനാണ് ഈശോ അങ്ങനെ പറയണത്. നിങ്ങൾ തന്നെ അപ്പം കൊടുക്കാൻ പറയണം. പക്ഷെ നിങ്ങൾ തന്നെ അപ്പം കൊടുക്കാൻ ഈശോ ഉദ്ദേശിക്കുന്നില്ലായിരുന്നു. എന്താ കാര്യം? എന്ത് ചെയ്യണമെന്ന് അത് വായിച്ചേ. യോഹന്നാൻ 6:6 എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. അപ്പം ഇത് സിമ്പിളായിട്ട് എല്ലാ പ്രഭാഷകന്മാരൊക്കെ ഇടയ്ക്ക് പറയുന്നൊരു വചനമാണ്. കാര്യം നമ്മൾ ഉൾക്കൊള്ളപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് കർത്താവിന് നമ്മളെക്കുറിച്ചൊരു കരുതലും പദ്ധതിയൊക്കെ ഉണ്ട്. അങ്ങനെ പറയാറുണ്ട്. ശരിക്കും പ്രഭാഷകർ പറയാറുണ്ട്. ഞാനിവിടെ അതല്ല പറയാൻ ഉദ്ദേശിക്കണേ. ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മനസ്സിൽ കരുതിയിരുന്നെന്ന സംഭവമില്ലേ, എന്താണ്? എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൻ്റെ 2 വാക്കുകൾ പ്രധാനപ്പെട്ട. ഒന്ന് നേരത്തെ, അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകണമെന്ന് മുമ്പ് തന്നെ ആൻസർ ഉണ്ടെന്നതിൻ്റെ അർത്ഥമേ. നമ്മുടെ ജീവിതത്തിലൊരു പ്രശ്നം, ഇപ്പം നിൻ്റെ ജീവിതത്തിലൊരു പ്രശ്നം, ഇപ്പം നിൻ്റെ ഭാര്യയുമായിട്ട് നീ വഴക്കിട്ടിരിക്കുകയാണ്, ഭർത്താവുമായിട്ട് അകന്നിരിക്കുകയാണ്, ഒരു പ്രശ്നം ഉണ്ടായി. ഇതിനൊരു പരിഹാരം ഈശോയുടെ മനസ്സിലുണ്ട്. ഇതിനെന്തെങ്ങനെ ഇത് പരിഹരിക്കേണ്ടതെന്ന് ഈശോയ്ക്ക് നീ കല്യാണം കഴിക്കണ മുമ്പ് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഐഡിയ ഉണ്ട്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ചാടരുത്. പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്ന ഇടത്താണ് പോകേണ്ടത്. കാര്യം നേരത്തെ ഇതിൻ്റെ പരിഹാരം അറിയാവുന്ന ഒരാളേ ഉള്ളൂ, അത് ഈശോയാണ്. മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ നേരത്തെ അറിയാവുന്നതും അതിൻ്റെ പരിഹാരം അറിയാവുന്നതും ഒരാളേ ഉള്ളൂ ബൈബിളല്ല ഏത് പുസ്തകത്തിൽ നോക്കിയാലും ക്രിസ്തു മാത്രമേ ഉള്ളൂ നിൻ്റെ വിഷയം നേരത്തെ അറിയാവുന്നത്. അത് നമുക്ക് വല്ലാത്ത ആശ്വാസമാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ചില ആൾക്കാരൊക്കെ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ മണിക്കൂറുകൾ മുമ്പ് ദിവ്യകുർബാനയ്ക്ക് ഇരിക്കണില്ലേ? അതെന്താ കാര്യം? ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം ഞാൻ എപ്പോഴും ഈശോനെ ആരാധന വട്ട വരച്ച് നിർത്തുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, ജീസസ്, യു നോ, നിനക്കറിയാം ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്താണെന്നുള്ളത് അറിയാം. ഞാൻ ചാടിക്കയറി വല്ല പരിഹാരം ചെയ്ത് കുളവാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇത്രയും വേഗം ഈ വിഷയത്തിൻ്റെ മേൽ ത്രെഡ് എനിക്ക് തരണം, നീ ഈ വിഷയം ഇടപെട്ടണം. അപ്പോൾ എന്നുവെച്ചാൽ എന്താ വിഷയം എന്ന് വെച്ചാൽ, നമ്മളുടെ ഒരു വിഷയത്തിൽ അതുണ്ടാകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ അതിൻ്റെ പരിഹാരം കർത്താവിൻ്റെ മനസ്സിലുണ്ട്. ഇനി വേറെ ഒരു സംഭവമുണ്ട്, അത് ഇടിവെട്ട എന്ന് വെച്ചാൽ ഈ കർത്താവിൻ്റെ മനസ്സിലുള്ളത്
നമ്മൾ കർത്താവുമായിട്ട് ഒരു റിലേഷൻ, ഒരു ബന്ധമുണ്ടല്ലോ. എന്താ പറയണത്? കർത്താവിനോട് യോജിക്കുന്നവൻ അവനോടുകൂടെ ഏകാത്മാവചനെടുത്തേ 1 കൊരിന്തോസ് 6:17. 1 കൊരിന്തോസ് 6:17. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. കർത്താവുമായി നമുക്ക് സംയോജിക്കണമെങ്കിൽ ഉള്ളൊരു കുഴപ്പമെന്ന് പറയണത്, അത് ഒരു ടെക്നിക്കൽ പ്രോബ്ലമാണത്. കാര്യം ദൈവം ആത്മാവാണ്. അതാണ് വിഷയാവചനം എടുത്തേ. യോഹന്നാൻ 4:24. യോഹന്നാൻ 4:24. ദൈവം ആത്മാവാണ്. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഇത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു താക്കോലാണ് ശരിക്കും. കാര്യം കർത്താവിനോട് യോജിക്കുന്നവൻ അവനോടുകൂടെ ഏകാത്മാവായി തീരണമെന്ന് ഇപ്പം 1 കൊരിന്തോസ് 6:17 പറഞ്ഞില്ലേ. ഇനി കർത്താവുമായിട്ട് യോജിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ജഡത്തിൽ യോജിക്കാൻ പറ്റത്തില്ല. കാര്യം ദൈവം ആത്മാവായതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? നമ്മളും ആത്മാവായി മാറണം. നമ്മളെങ്ങനെ ആത്മാവായി മാറും? നമ്മൾ പരിശുദ്ധാത്മാവിനാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. നമ്മൾ ഏത് ആത്മാവിനാൽ നയിക്കപ്പെടുന്നതെന്ന് ചോദിക്കണത്. നമ്മൾ പരിശുദ്ധാത്മാവിലാണ് നയിക്കപ്പെടുന്നതെങ്കിൽ നമ്മളിലുള്ള പരിശുദ്ധാത്മാവായിരിക്കും കർത്താവുമായിട്ട് യോജിക്കുന്നത്. അതാണ് ഭയങ്കര സിമ്പിളാണിത്, അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. അതായത് എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളുടെ ഒരു സാക്ഷ്യം ഉണ്ടായി. ഞാനത് ചൊവ്വാഴ്ച പറയും. എനിക്ക് ഒരു മോള് സാക്ഷ്യം പറഞ്ഞതാണ്. അപ്പം അവൾ എന്നോട് ചോദിച്ചത്, ഞാൻ ആൾക്കാരെ അവൾ എന്നെ കാണാൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചത്, ഈ തീരുമാനം ഞാൻ എടുക്കണമെന്ന് വെച്ചാൽ എനിക്കൊരു കൺഫ്യൂഷൻ തോന്നണമെന്ന് ചോദിച്ചു. അച്ഛന് വേറെ വല്ല മെസ്സേജ് ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെന്നൊക്കെ പറയണത് കർത്താവിനെ അറിയാവുന്നവർക്ക് നല്ലവണ്ണം അറിയാം. അവർക്ക് ആരോടാണ് ചോദിക്കണത്, എന്താണ് ചോദിക്കണമെന്നൊക്കെ അറിയാം. ഭയങ്കര സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഇതിന് വേറെ വല്ല ദൈവത്തിൻ്റെ മനസ്സിൽ എന്ത് പറയണമെന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ അവൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അവർക്ക് ഗൈഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം അവരെ ഗൈഡ് ചെയ്യാനാണ് ഈ പട്ടം മേടിച്ചിരിക്കുന്നത്. അല്ലാതെ പെരുന്നാൾ നടത്താനും വേലപട നടത്താനും മാത്രമല്ല. ഞാനങ്ങനെ ആക്ഷേപിച്ച് സംസാരിക്കുകയല്ല. പട്ടത്തിന് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിലേക്ക് അവരെ നയിക്കുകയും ദൈവത്തിൽ അവർ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ദൈവികമായിട്ടും സുവിശേഷപരമായിട്ടും അവരെ മറുപടി പറയാൻ, അവരെ ഗൈഡ് ചെയ്യാൻ അപ്പോഴാണ് നമ്മൾ പുരോഹിതനാകണത്, അവിടെ മുമ്പേ പോണത്. അപ്പോൾ അത് നമ്മുടെ ബാധ്യതയാണ് ശരിക്കും. കുഞ്ഞ് പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറയാൻ മോളെ എന്ന് പറഞ്ഞു. ഞാൻ പോയി, ഞാനെന്താ ചെയ്യണത്? ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി, എൽത്താരെ വന്ന് നിങ്ങൾ കാണുന്നതാണ്. ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി നെറ്റി വെക്കും. നെറ്റി വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? നമ്മുടെ തല സമർപ്പിക്കണമാണ്. പിന്നെ ഇനി എപ്പോൾ നമുക്ക് സമർപ്പിക്കാനൊന്നും ഇല്ല. നമ്മുടെ സർവാംഗം, നമ്മുടെ ഇച്ഛാശക്തി, ആഗ്രഹം, താല്പര്യങ്ങൾ എല്ലാം നമ്മൾ അങ്ങനെ അടിയറ വെക്കും. നെറ്റി മാതാവിൻ്റെ ചില്ലെ കൊണ്ട് തല വെക്കത്തില്ലേ? എന്നുവെച്ചാൽ അമ്മേ എല്ലാം അടിയറ വെച്ചിരിക്കുകയാണ്. അമ്മയാണ് ഇനി ഈ വിഷയം ഏറ്റെടുക്കേണ്ടത്. അമ്മയുടെ മധ്യസ്ഥത്തിലാണ് പിന്നെ കർത്താവിൻ്റെ കാര്യങ്ങൾ വന്ന് വീഴുന്നത്. അത് നിങ്ങൾ കാണുന്ന ആൾക്കാരെ കാണുന്നതല്ലേ? അമ്മയുടെ മധ്യസ്ഥവുമായിട്ട് ആൾക്കാരെ കർത്താവിൻ്റെ കാൽക്കൽ വന്ന് വീഴും. അപ്പം ഞാൻ അതുപോലെ തന്നെ ചെയ്ത് ഞാൻ പറഞ്ഞു, മോളോട് സമാധാനം പറയണം, അവളോട് സമാധാനം പറയണം. അവൾക്ക് എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? ഞാൻ തിരിച്ചു വന്ന് ആളോട് ചോദിച്ചു, മകളെ ഏതെങ്കിലും നമ്പർ നീ മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞു. ഏതെങ്കിലും നമ്പർ നീ മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവളത് വിചാരിച്ചു. അപ്പോൾ എന്നോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ അതിനുശേഷം അവളോട് ചോദിച്ചു, കുഞ്ഞ് വിചാരിച്ച നമ്പർ 14 അല്ലേ? അപ്പം അതേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അത് വിൽ ഓഫ് ഗോഡാണ്. എന്താ കാര്യം? ആ കുഞ്ഞിൻ്റെ മനസ്സിലുള്ള നമ്പർ എന്താണെന്ന് കർത്താവിനെ വെളിപ്പെടുത്തി. അത് 14 പറഞ്ഞു. അപ്പോൾ അത് കുഞ്ഞിനോട് പറഞ്ഞു, ഞാൻ അത് വിൽ ഓഫ് ഗോഡാണ്, അത് കൺകറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. നിൻ്റെ ആ ഡിസിഷന് കൺകറൻസ് ഉണ്ട്, മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്കാരെ ഗൈഡ് ചെയ്യണം. അപ്പോൾ എന്നാ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇത് എങ്ങനെ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിനോട് യോജിക്കുന്നവൻ അവനോടുകൂടി ഏക ആത്മാവായി തീരും. അപ്പോൾ എന്ത് പറ്റും?
അപ്പോൾ വേറൊരു സംഭവം നടക്കും അവിടെ. അതെന്താണ്? 1 കൊരിന്ത്യർ 2:16 ഒന്ന് വായിച്ചത്. 1 കൊരിന്തോസ് 2:16. 1 കൊരിന്ത്യർ 2:16 ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ഇപ്പം എന്താ വിഷയം എന്ന് പറയണത്? നിങ്ങൾ ഇനി ഇപ്പം ഈ 1 കൊരിന്ത്യർ 2:16 വായിച്ചില്ലേ? ഇനി ആദ്യത്തെ വായിക്കണം. എന്താ കാര്യം? യോഹന്നാൻ 6:6 എന്താ വായിക്കണത്? എന്ത് ചെയ്യണമെന്ന് അവൻ നേരത്തെ മനസ്സിൽ കരുതിയിരുന്നെന്ന്. ആര്? കർത്താവ്. അപ്പം കർത്താവിൻ്റെ മനസ്സിൽ കരുതിയിരുന്ന കാരണം എന്ന വിഷയം നമ്മൾക്ക് ചോർത്തി കിട്ടും. അതെങ്ങനെ ചോർത്തി കിട്ടണത്? അത് ഈ 2 കർത്താവിനോട് യോജിക്കുന്നവൻ അവനുമായിട്ട് ഇപ്പോൾ 6:17 1 കൊരിന്ത്യർ 6:17 അനുസരിച്ച് കർത്താവിനോട് യോജിക്കുന്നവൻ അവനുമായിട്ട് ഏകാത്മാവായി തീരുന്നു. അപ്പോൾ ആ ഏകാത്മാവായി തീരുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിലുള്ളത് നമ്മുടെ മനസ്സിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പാരലായിട്ട് ഘടിപ്പിക്കുന്ന ഈ കമ്പ്യൂട്ടറില്ലേ, ഈ കമ്പ്യൂട്ടറിൽ വരുന്നത് തന്നെ ആയിരിക്കുമല്ല ആ കമ്പ്യൂട്ടറിലേക്കും നമുക്ക് ക്യാരി ഓവർ ചെയ്ത് വരണത്. അതുപോലെ ക്രിസ്തുവുമായി ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ വചനം 1 കൊരിന്ത്യർ എടുത്ത് 1 കൊരിന്ത്യർ 2:16 എടുത്ത് ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. അപ്പം സാധിക്കുമെന്നല്ല എൻ്റെ അർത്ഥം. ക്രിസ്തുവിൻ്റെ മനസ്സറിയാൻ മനുഷ്യന് പറ്റും. എപ്പോഴാണ് പറ്റണത്? എപ്പോഴാണ് അതിൻ്റെ മെക്കാനിസം എന്താണ്? കർത്താവിനോട് യോജിക്കുന്നവൻ അവനോടുകൂടെ ഏക ആത്മാവായി തീരുമ്പോഴാണ് കർത്താവിൻ്റെ മനസ്സിലുള്ളത് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. അതിൻ്റെ വചനം ഏതാ? 1 കൊരിന്തോസ് 6:17. 1 കൊരിന്ത്യർ 6:17 എന്താണത്? കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടത്തോട് ഏകാത്മാവായി തീരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഏകാത്മാവായി തീരുമ്പോൾ ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ഏത് മനസ്സാണ്? നേരത്തെ ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞില്ലേ? എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ ഈശോ മനസ്സിൽ കരുതിയിരുന്നത് നമുക്ക് ഇങ്ങോട്ട് വെളിപ്പെട്ട് കിട്ടും. അതെന്ത് തിയറിയിലാണ് കിട്ടുന്നത്? അത് ഈ വചനം അനുസരിച്ചാണ് കിട്ടുന്നത്. ഏതാണ്? ഈ 1 കൊരിന്ത്യർ 2:16 ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് കർത്താവിൻ്റെ മനസ്സും നമ്മുടെ മനസ്സും കൂടി പാരലായിട്ട് ഘടിപ്പിച്ച കമ്പ്യൂട്ടർ പോലെയായി സംഭവം. കർത്താവിൻ്റെ മനസ്സിലുണ്ടാകുന്നത് അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കിട്ടും. നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം. പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നതിനാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. അല്ലാത്തതൊക്കെ ആചാര ജീവിതമാണ്. പല ആൾക്കാരും ആത്മീയ ജീവിതം എന്നും പറഞ്ഞ് അനുഷ്ഠിച്ച് കൂട്ടുന്ന എല്ലാം ആചാര ജീവിതങ്ങളാണ്. അത് ആത്മീയ ജീവിതം അല്ല. ശരിക്കും പറഞ്ഞാൽ ആഴമുള്ള ആത്മീയ ജീവിതത്തിലേക്ക് വരാൻ വചനം നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ട്. വചനത്തിൻ്റെ വിളി കേട്ടുകൊണ്ട് മുന്തിയ നിലവാരമുള്ള കർത്താവിൻ്റെ സഹശുശ്രൂഷകരായി നമുക്ക് വളരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.